ജിൻഡോ ജോൺ, ഈ ഗവർണറും അല്ലെങ്കിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഈ രഹസ്യബന്ധമുണ്ട്, അതല്ലെങ്കിൽ പിന്നാമ്പുറത്തൊരു ബാന്ധവമുണ്ട് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോഴും ഗവർണറും സർക്കാരും തമ്മിൽ നേരത്തെ ഗവർണർ ഉണ്ടായിരുന്നപ്പോൾ, ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സംഘർഷം പോലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നമ്പറുകളാണ് എന്ന് കോൺഗ്രസ് ആക്ഷേപിച്ചപ്പോഴും ഒക്കെ ഈ പല പല സന്ദർഭങ്ങളിൽ തീ പാറുന്ന തരത്തിലേക്ക് ഈ സംഘർഷങ്ങൾ വഴിമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ പേരിൽ നടത്തുന്ന അല്ലെങ്കിൽ നടന്ന ഈ സംഭവത്തിൽ സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. അവിടെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സി പി എമ്മിൻ്റെ നിലപാടുകൾ ശരിയാണെന്നും രാജ്ഭവൻ്റേതാണ് കുഴപ്പമെന്നും പറയുന്നതിന് പകരം നേരത്തെ വീണ്ടും സി പി എം മിണ്ടാതിരിക്കുന്നു, പേടിച്ചിരിക്കുന്നു എന്ന തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്? ഇതിൽ കോൺഗ്രസിന് എന്ത് രാഷ്ട്രീയ ലാഭമാണുള്ളത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിൽ യഥാർത്ഥ പ്രശ്നം ആരാണ് എന്ന് തീർത്തു പറയാത്തത്? എന്തിനാണ് അതിന് മടി? ഗോപികൃഷ്ണൻ, ഇതിൽ യഥാർത്ഥ പ്രശ്നം ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ. അത് കേരളത്തിലെ പുതിയ ഗവർണറല്ല, ഇതിനു മുമ്പുള്ള ഗവർണറും സർക്കാരും തന്നെയാണ്. ഇന്ന് നമ്മളുടെ ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം കൃഷിമന്ത്രി പി പ്രസാദ് എടുത്ത ഒരു നല്ല നിലപാടാണ്. അദ്ദേഹം അത്തരത്തിലൊരു നിലപാട് എടുത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ചർച്ചയ്ക്ക് പോലും സാഹചര്യം സംജാതമായത്. ഇതിനു മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടത്തിയ സംവാദ പരിപാടിയിൽ ഗുരുമൂർത്തി RSS നേതാവ് പങ്കെടുത്തല്ലോ. അതിനെക്കുറിച്ചിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ എത്തരത്തിലെങ്കിലും ഒരു നിലപാട് നമ്മൾ കേട്ടിട്ടുണ്ടോ? അവരുടെ ഭാഗത്തു നിന്ന് അതിനെ തള്ളിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അപലപിച്ചുകൊണ്ടൊരു നിലപാട് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, മുൻപ് RSSകാരനല്ലാതിരുന്ന RSSലേക്ക് ഇടക്കാലത്ത് വന്ന് ചേക്കേറിയ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായി വന്ന കാലം തൊട്ട് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടാണ് കൊമ്പുകോർത്തത്. അതിനുശേഷം ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആ പ്രമേയത്തെ പിന്താങ്ങാതെ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സംസ്ഥാനത്തെ പിണറായി വിജയൻ്റെ സർക്കാർ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നിരവധി ഘട്ടങ്ങളിൽ അവർ തമ്മിൽ കൊമ്പ് കോർത്തിട്ടുണ്ടെന്ന് താങ്കളുടെ നിരീക്ഷണം കറക്റ്റാണ്. പക്ഷേ ഒരിക്കലും തീ പാറിയിട്ടേ ഉള്ളൂ, തീ പിടിച്ചിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ SFIയുടെ കുട്ടികളെ തെരുവിൽ വെല്ലുവിളിക്കുന്നു, മിഠായി തെരുവിൽ ഇറങ്ങി നടക്കുന്നു, SFIക്കാർ തിരിച്ച് അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും തീപിടുത്തം ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് അവർക്കൊരു ബോധ്യമുണ്ടായിരുന്നു, തീപിടുത്തം ഉണ്ടാകുന്നതിന് മുമ്പ് തീ അണയ്ക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അന്നൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായ ഇടവേളകളിൽ പറഞ്ഞത് ദിസ് ഈസ് മൈ ഗവൺമെൻറ്, ഐ ഹാവ് ടു പ്രൊട്ടക്ട് മൈ ഗവൺമെൻറ് എന്നാണ്. ഏത് ഗവൺമെൻറ്റിന്? പിണറായി വിജയൻ സർക്കാരിനെ. അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ അതേ ചക്കളത്തി പോരാട്ടത്തിൻ്റെ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം ആരിഫ് മുഹമ്മദ് ഖാനെ ഇവിടെ നിന്ന് മാറ്റി പുതിയ ഗവർണർ ആർലേക്കർ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വലിയ മിടുക്കനാണ്, RSSകാരനാണ് ഈ പറഞ്ഞ ആർലേക്കർ. സുരേന്ദ്രൻ പറഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വലിയ ആളാണ് വരാൻ പോകുന്നതെന്ന്. അന്ന് ദേശാഭിമാനി പത്രത്തിൽ സംസ്ഥാന CPMൻ്റെ സെക്രട്ടറി MB ഗോവിന്ദൻ്റെ ലേഖനം എങ്ങനെയായിരുന്നെന്നറിയോ? അതായത് മുൻപുണ്ടായിരുന്ന ഗവർണർ ചെയ്ത ചെയ്തികളൊന്നും ആവർത്തിക്കാതിരുന്നാൽ മതിയെന്ന്. ഏത് RSSൽ ഇടക്കാലത്ത് കുടിയേറി പാർത്ത ഒരാൾ ചെയ്തതിനേക്കാൾ മോശപ്പെട്ട പ്രവർത്തനമായിരിക്കും മുഴുവൻ സമയ RSSകാരൻ ചെയ്യുന്നത് എന്നുള്ള പൊതുബോധം പോലും ഇല്ലാതെയാണോ സംസ്ഥാന CPMൻ്റെ സെക്രട്ടറി ലേഖനം എഴുതിയത്? മാത്രമല്ല, ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്നുള്ള പ്രത്യേക താത്വിക നിലപാടും ഈ കാലത്താണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ സവർക്കറുമായി ബന്ധപ്പെട്ട സവർക്കറെ എതിർത്തുകൊണ്ടുള്ള SFIയുടെ ബാനർ ആർലേക്കർ പങ്കെടുത്ത യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയുടെ സമയത്ത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാനത്തെ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് ആ ബാനർ എത്ര തിടുക്കത്തിൽ അഴിച്ചു മാറ്റിയത്? SFIക്കാരുടെ രാഷ്ട്രീയ നിലപാടിന് പോലും ഒരു രീതിയിലുമുള്ള പിന്തുണ കൊടുക്കാതെ സംസ്ഥാനത്തെ പിണറായി വിജയൻ്റെ പോലീസ് ആർലേക്കർ പറഞ്ഞത് പ്രകാരം RSSന് വേണ്ട പ്രകാരം സവർക്കർക്കെതിരായി എഴുതിയ ബാനർ അഴിച്ചു മാറ്റി കൊടുത്തു. മാത്രവുമല്ല, ഓരോ ഘട്ടത്തിലും ആർലേക്കറുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ UDFന് കോൺഗ്രസിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഇതേ RSSകാരനായിട്ടുള്ള ആർലേക്കറെ കൂട്ടുപിടിച്ചാണ് പുട്ടും കടലയും കൊടുത്ത് നിർമ്മലാ സീതാരാമനുമായി ബന്ധപ്പെട്ട ആ രഹസ്യ ചർച്ച നടന്നത് KV തോമസിന്റെ കാർമികത്വത്തിൽ. എന്തായിരുന്നു ആ ചർച്ചയിൽ പറഞ്ഞത് എന്ന് ഇന്നേ വരെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയില്ല. നമ്മൾ നികുതി കൊടുക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഓണറേറിയോ മറ്റ് സൗകര്യങ്ങളും പറ്റുന്ന KV തോമസും നമ്മുടെ RSSകാരനായിട്ടുള്ള ആർലേക്കർ എന്ന ഗവർണറുടെ മധ്യസ്ഥതയിൽ നടത്തിയ ആ ചർച്ചയിൽ എന്തായിരുന്നു സംസാരിച്ചതെന്ന് നമുക്കാർക്കും അറിയില്ല. CPMകാർക്ക് പോലും അറിയാൻ സാധ്യതയില്ല. അടുത്തത് ഇതേപോലെ തന്നെയാണ്. ആർലേക്കർ ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള 2 RSSകാരായിട്ടുള്ള ഗവർണർമാർ കൂടിയുണ്ട്, ബംഗാൾ ഗവർണർ അടക്കമുള്ള.
ഈ 3 RSS ഗവർണർമാരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിരുന്നിന് ക്ഷണിച്ച സാഹചര്യം നമ്മൾ കേട്ടല്ലോ. അവസാനം അത് വിവാദമായപ്പോൾ അത് ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ RSSകാരെ വിരുന്നിന് വിളിക്കുന്ന പരിപാടി പിണറായി വിജയൻ തുടങ്ങിയപ്പോൾ മുതൽ കേരളത്തിലെ രാജ്ഭവൻ RSS വൽക്കരിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇതേ RSSകാരനായിട്ടുള്ള ഗവർണർ മുഖ്യമന്ത്രിയുടെ 80ാം പിറന്നാൾ മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി ആശംസിക്കുകയും ഇവർ തമ്മിലുള്ള സ്നേഹം പങ്കിടുന്നത് നമ്മൾ കണ്ടു. പിന്നെ എപ്പോഴാണ് തെറ്റുന്നത്? ഈ പറഞ്ഞ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം. ഏത് ഭാരതാംബയാ? ഈ ഭാരതാംബ ഇന്ത്യയുടെ അംഗീകൃത സിംബൽസിൽ പെടുന്ന എന്തെങ്കിലുമാണോ? അങ്ങനെയല്ലല്ലോ. ഈ രാജ്യത്തിൻ്റെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച സമ്പത്ത് സാർ പറഞ്ഞതുപോലെ നമ്മുടെ ദേശീയ പതാക, ദേശീയ ചിഹ്നങ്ങൾ ഇതിൽ ഏതെങ്കിലും പെടുന്നതാണോ ഈ ഭാരതാംബ? RSSന്റെ ഭാരതാംബയെ അംഗീകരിക്കാനുള്ള രാഷ്ട്രീയ ബാധ്യത കേരളത്തിലെ ഒരൊറ്റ കുഞ്ഞിനുമില്ല. ഞങ്ങൾ നികുതി കൊടുക്കുന്ന പണം കൊണ്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ RSSന്റെ ചിഹ്നങ്ങൾ വെച്ച് ആരാധിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കാൻ തയ്യാറല്ല. പി പ്രസാദ് എടുത്ത നിലപാടിനെ രാഷ്ട്രീയമായി ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി മറുപടി പറയണം. ഈ RSSകാരനായിട്ടുള്ള RSSന്റെ ചിഹ്നങ്ങൾ ഗവൺമെന്റ് പരിപാടിയിൽ പോലും ഒളിച്ചു കടത്താൻ നോക്കുന്ന ഈ RSSകാരനായിട്ടുള്ള 6 ഏക്കർക്ക് അത്താഴ വിരുന്ന് കൊടുക്കാൻ ശ്രമിച്ചതും പ്രഭാത വിരുന്ന് കൊടുത്ത് നയതന്ത്ര ചർച്ച നടത്തിയതുമൊക്കെ എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇവർ പറയണം. ഇവർ ഒരു കാലത്തും RSSകാർ ഒരു കാലത്തും ഈ രാജ്യത്തിന്റെ ദേശീയ ചിഹ്നങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഈ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കാൻ പറ്റാതെ ഭഗവത് ധ്വജമാണ് രാജ്യത്തിന്റെ ദേശീയ പതാക ആക്കേണ്ടെന്ന് ആവശ്യപ്പെട്ട ആളുകളാണ് RSSകാർ. അതിനെതിരായിട്ട് ഇന്ത്യയുടെ ദേശീയ സമരത്തിന്റെ കാലഘട്ടത്ത് ഈ രാജ്യത്തിന്റെ ദേശീയ സമരത്തെ ഒറ്റുകൊടുത്ത ആളുകൾ അവരുടെ എല്ലാ ചിഹ്നങ്ങളും അവർ ഈ പറഞ്ഞ ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതോ അല്ലെങ്കിൽ ഇവർ ആരാധിക്കുന്ന ഈ ഭാരതാംബ എന്ന് പറയുന്ന ഈ ചിത്രത്തെ ആരാധിക്കുന്നതോ ഇതൊക്കെ ഇവർക്ക് ഒളിച്ചു കടത്താനേ പറ്റുള്ളൂ. പരസ്യമായിട്ട് ഈ രാജ്യത്തിന്റെ പൊതുബോധത്തിന്റെ മുമ്പിൽ ഇപ്പോഴും RSSകാരുടെ ഒരു ബിംബങ്ങളും ഒരു ചിഹ്നങ്ങളും പരസ്യമായിട്ട് പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കാൻ ഇവർക്ക് പ്രയാസമാണ്. കാരണം ഇവർക്ക് തന്നെ അറിയാം ഇവർ കൊണ്ടുവരുന്ന ബിംബങ്ങളൊക്കെ ഒരു കാലത്ത് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു കാലത്ത് ഈ രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനം, ദേശീയ സമര പരിപാടികളെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒളിവിലിരുന്ന് ഒറ്റുകൊടുത്തവരുടെ മാത്രം ചിഹ്നങ്ങളാണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഒളിച്ചു കടത്താൻ നോക്കുന്നത്. അല്ല ഡോക്ടർ ജിൻഡോ, ഇവിടെ ഇപ്പോൾ ശ്രീ VP ശ്രീപത്മനാഭൻ പറഞ്ഞ താങ്കൾ കേട്ടില്ലേ? രാജ്ഭവൻ അങ്ങനെ ചെയ്താൽ രാജ്ഭവൻ അതിൽ ഉറച്ചു നിൽക്കും, അല്ലെങ്കിൽ രാജ്ഭവൻ അത് ചോദ്യം ചെയ്യാനോ അതല്ലെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ മാറി നിൽക്കാം, സർക്കാരിന് പരിപാടി വേണ്ടെന്ന് വെക്കാം, അത് സർക്കാരിന് തീരുമാനിക്കാം. പക്ഷേ രാജ്ഭവൻ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് രാജ്ഭവൻ തീരുമാനിക്കും. താങ്കൾ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് RSSന്റെ സൈദ്ധാന്തികൻ ഗുരുമൂർത്തി വന്ന് പ്രഭാഷണം നടത്തി പ്രസംഗിച്ചു. ഇപ്പോഴിതാ ഭാരതാംബയുടെ ചിത്രത്തെ പുഷ്പാർച്ചന നടത്തി ഗവർണർ വിളക്ക് കൊളുത്തി. അദ്ദേഹം പറയുന്നത് ചില സങ്കുചിതമായ മനസ്സും ചില സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെയാണ് ഇതിനെതിരെ വിമർശനം ഉയർത്തുന്നത് എന്നാണ്. അപ്പോൾ അതേ നിലപാടിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് അർലേക്കർ എന്ന് അദ്ദേഹം മുൻപ് ഹിമാചലിൽ ഉണ്ടായിരുന്നപ്പോഴും ബീഹാറിൽ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ കേരളത്തിൽ വന്ന ശേഷം ചുമതല ഏറ്റെടുത്ത ശേഷം തന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ സേനയിൽ ഉണ്ടായിരുന്ന ചിലരെ മാറ്റി പകരം പുതിയ ആളുകളെ വെച്ച ഉത്തരവ് അദ്ദേഹം റദ്ദാക്കിക്കൊണ്ടൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു RSS മൂശയിൽ വാർത്തെടുത്തപ്പെട്ട വ്യക്തിത്വമാണ്. അപ്പോൾ ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത RSSന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന അത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകും എന്ന സന്ദേശം തന്നെയല്ലേ രാജ്ഭവൻ ഇന്നത്തെ സംഭവത്തിലൂടെ നൽകുന്നതും? അതങ്ങനെ തന്നെ കണ്ടാൽ മതി എന്നല്ലേ ശ്രീ VP ശ്രീപത്മനാഭനെ പോലെ BJP പ്രതിനിധി അതിനെ ന്യായീകരിച്ചതിലൂടെ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വിവാദം ഇങ്ങനെ നിൽക്കും എന്നാണോ? ഗോപി, ഞാൻ ചോദ്യത്തിലേക്ക് നേരിട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. ഇത് ഇത്ര മഹത്തായ മാതൃകയും മഹത്തായ സിമ്പലുമാണെങ്കിൽ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അല്ലെങ്കിൽ മൊറാർജി ദേശായിയുടെ കാലത്തൊക്കെ എന്തുകൊണ്ടാണ് ഇവർ ഈ RSS വെച്ചാരാധിക്കുന്ന ഈ പറഞ്ഞ ബിംബങ്ങളൊന്നും അവർ ഗവർണർമാരുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് കുടിയേറിപ്പാർക്കാൻ ശ്രമിക്കാതിരുന്നത്? ഇവർക്ക് തന്നെ അറിയാം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ് ഇത് ഓരോ ഘട്ടത്തിൽ നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും ഒക്കെ സ്മൃതികൾ ഇല്ലാതാക്കുക, അവരുടെ പേരുകൾ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ നോക്കുക, പാഠപുസ്തകങ്ങൾ തിരുത്തുക, ഇതുപോലെയുള്ള കാവ്യധ്വജം എടുത്തുയർത്തി ഇതാണ് നമ്മുടെ മാതൃക എന്ന് പറയുക, പാരമ്പര്യം എന്ന് പറയുക, ഇതാണ് നമ്മുടെ ഭാരതാംബ എന്ന് പറയുക. ഈ ഭാരതാംബ RSSന്റെ മാത്രമാണ്. യഥാർത്ഥ ഭാരതാംബ ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരാണ്. ജാതിക്കും മതത്തിനും അതീതമായിട്ട് വിശ്വാസങ്ങൾക്കും രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുമാണ് യഥാർത്ഥ ഭാരതാംബ എന്ന് കൃത്യമായിട്ട് ജവഹർലാൽ നെഹ്റു, പണ്ഡിറ്റ് നെഹ്റു, ഈ രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതുതന്നെയായിരുന്നു രാഷ്ട്രപിതാവ് മഹാത്മാ
മഹാത്മാഗാന്ധിയുടെ നിലപാട് അത് തന്നെയായിരുന്നു. അക്കാലത്ത് ബ്രിട്ടീഷുകാരോട് പോരാടി മരിച്ചവരും ജീവിച്ചിരുന്നവരുമായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ നിലപാട്. പിന്നെ താങ്കൾ പറഞ്ഞ നിരീക്ഷണം കറക്റ്റാണ്. ഈ VP ശ്രീപത്മനാഭൻ പറഞ്ഞത് ആ ഗവർണറുടെ തീരുമാനത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന്. RSSകാർ ചോദ്യം ചെയ്യേണ്ട, ഞങ്ങൾ ചോദ്യം ചെയ്യും. ആത്മാഭിമാനം അല്പമെങ്കിലും അവശേഷിക്കുന്ന ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും, അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ RSSകാരും BJPക്കാരും അല്ലാത്ത മുഴുവൻ സാമാന്യ ബോധമുള്ള പൗരബോധമുള്ള ആളുകൾ ചോദ്യം ചെയ്യും. കാരണം ആർലേക്കർക്ക് RSSന്റെ ആസ്ഥാനത്ത് കിട്ടുന്ന പിരിവിൽ നിന്നല്ല ശമ്പളം കൊടുക്കുന്നത്, ഞങ്ങളുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് കൂടിയാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ പൊതുബോധത്തിന് എതിരായിട്ടുള്ള RSSന്റെ മാത്രം ചിഹ്നങ്ങൾ വെച്ച് ആരാധിക്കുമ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്യും, മറുപടി പറയേണ്ടി വരും. മറുപടി പറഞ്ഞേ പറ്റൂ. അതിനെ തിരുത്തണോ വേണ്ടേ എന്നുള്ളത് RSSന് തീരുമാനിക്കാം. പക്ഷേ ഞങ്ങൾ ചോദ്യങ്ങൾ നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കും. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗോപി, ഇതിൽ ഈ RSSകാരനായിട്ടുള്ള RSSന്റെ മൂശയിൽ വാർത്തെടുത്ത RSSന്റെ ആലയിൽ ആയുധത്തിന് മൂർച്ച കൂട്ടിയെടുത്ത ആർലേക്കർ കേരളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വലിയവനാണ് വരുന്നതെന്ന്. എന്നിട്ട് പോലും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും CPMന്റെ നേതാക്കന്മാരും ഒക്കെ വരട്ടെ, കാണാം, ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് സ്വീകരിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പുട്ടും കടലയും കൊടുത്ത് അത്താഴ വിരുന്നിന് ക്ഷണിച്ചൊക്കെ കൊണ്ടു നടന്നപ്പോൾ ഇവർ അറിഞ്ഞില്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ ബോധ്യമാണ് ഇവരെ നയിക്കുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നത്, ആർലേക്കർ എന്ന RSSകാരനായിട്ടുള്ള അടിമുടി RSSകാരനായിട്ടുള്ള ഗവർണറുടെ നിലപാട് കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ ബോധ്യത്തിന്, കേരളത്തിൻ്റെ ജനാധിപത്യ ബോധത്തിന് ചേർന്നതല്ല. ഇപ്പോഴെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ രഹസ്യ വിരുന്നിന് ക്ഷണിക്കാതെ നേരിട്ട് എതിർക്കാനുള്ള ശേഷി കാണിക്കണം.